ഹായ്, ഞാൻ ഷാരി സൂരജ്. ഇപ്പോൾ UK നടക്കുന്ന പ്രശ്നങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ അവിടെ പ്രശ്നം, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അവിടെ എന്നൊക്കെ. ആരും പാനിക് ആവേണ്ട ആവശ്യമില്ല, ഞങ്ങളെല്ലാവരും സേഫാണ്. ഇവിടെ അത്ര വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ല. കുറച്ചൊക്കെ ഫേക്ക് വീഡിയോസ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. എങ്കിലും ബി കെയർഫുള്ളായി സ്റ്റേ സേഫായിട്ട് എല്ലാവരും ഇരിക്കുക. ആക്ച്വലി ഇത് തുടക്കമിടുന്നത് 3 കുട്ടികൾ കൊല്ലപ്പെട്ടതിൻ്റെ പേരിലാണ്. 2 കുട്ടി സ്പോട്ടിൽ തന്നെ മരിക്കുകയും ഒരു കുട്ടി പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ വെച്ച് മരിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് കൊലയാളി ഒരു മുസ്ലിം ആണെന്നുള്ളതിൻ്റെ പേരിൽ തുടങ്ങിയ ഒരു പ്രതിഷേധങ്ങളും കാര്യങ്ങളാണ്. ലാസ്റ്റ് കോർട്ട് തന്നെ റിവീൽ ചെയ്തു ഇതൊരു ആഫ്രിക്കക്കാരനാണെന്നുള്ളത്. അപ്പോൾ ഇത് 18 വയസ്സിന് മുകളിലുള്ള കൊലയാളികളുടെ പേരുകൾ മാത്രമേ നമ്മൾ റിവീൽ ചെയ്യത്തുള്ളൂ. ഇത് മൈനർ ആയതുകൊണ്ടാണ് ഈ കുട്ടിയുടെ പേര് റിവീൽ ചെയ്യാഞ്ഞത്. പക്ഷേ പ്രോബ്ലംസ് തുടങ്ങിയപ്പോൾ കോർട്ട് തന്നെ ഇത് റിവീൽ ചെയ്തായിരുന്നു ആഫ്രിക്കക്കാരനാണെന്ന്. പക്ഷേ എങ്കിലും ഈ പ്രതിഷേധങ്ങളൊന്നും കെട്ടടങ്ങിയില്ല. പല സ്ഥലത്തും ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. ഞാൻ നോട്ടിഹാം എന്ന് പറഞ്ഞ ഒരു ഏരിയയിലാണ്. ഇവിടെ വയലൻസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ എങ്കിലും പ്രതിഷേധങ്ങളും ജാഥകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ 2-3 ദിവസം മുന്നേ ഞങ്ങൾ ഫാമിലിയായിട്ട് പുറത്ത് പോയപ്പോൾ അവിടെ ഒരു വലിയ ക്രൗഡ് കണ്ടു. ഞങ്ങൾ അറിയത്തില്ല എന്തുകൊണ്ടാണ് ഇതിവിടെ ഇത്രയും ക്രൗഡായെന്ന്. അപ്പോൾ ഞാനതിൽ ഒരു ഇവിടുത്തുകാരോട് തന്നെ ചോദിച്ചു, എന്ത് പറ്റിയത്, എന്തിനാ ഈ ഒരു ഇതെന്ന് ചോദിച്ചപ്പോൾ അവർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. ഒത്തിരി ഇങ്ങനെ കുട്ടികളെ കൊലപ്പെടുത്തിയ കാര്യങ്ങളും എല്ലാം അവർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോഴാണ് അതിൻ്റെ സീവിയറിറ്റി നമുക്ക് മനസ്സിലാവുന്നത്. ഇന്നും പല സ്ഥലത്തും ജാഥയും മാർച്ചൊക്കെ ആയിട്ട് നടത്തുന്നുണ്ട്. പക്ഷേ കുറേ ഫ്രണ്ട്സ് എൻ്റെ അവിടെ പല സ്ഥലങ്ങളിലും ഷോപ്പുകൾ കത്തിക്കുക, അങ്ങനെ ഒത്തിരി വയലൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഒന്ന് ആലോചിക്കുക, നമ്മളിവിടെ വർക്ക് വിസയിലാണ് വന്നിരിക്കുന്നത്, നമുക്ക് ഫാമിലി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മളെല്ലാവരും ഇവർക്ക് റെഫ്യൂജീസ് ആയിട്ടാണ് തോന്നുന്നത്. അവരുടേതല്ലാത്ത ആളുകളെല്ലാം ഒരു കാറ്റഗറി പെടും, റെഫ്യൂജീസ്. സോ നമ്മൾ ഒരു 6 o'clock കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് പുറത്തിറങ്ങാതിരിക്കുക. പിന്നെ എനിക്കറിയാം ഹോളിഡേയ്സാണ്, എല്ലാവരും വെക്കേഷനിലാണ് ഒക്കെ എൻജോയ് ചെയ്യാനൊക്കെ ഇരിക്കുന്നത്. ഹോളിഡേ എൻജോയ് ചെയ്യാനായിട്ട് കുട്ടികളായിട്ട് പുറത്ത് പോവുകയൊക്കെ ചെയ്യും. ആർഗ്യുമെൻറ്റ് ചെയ്യാതിരിക്കുക. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അവരുമായിട്ട് ആർഗ്യൂ ചെയ്യാതിരിക്കുക, കൂടുതൽ വഷളാവാതിരിക്കുക ഒക്കെ അതിന് വേണ്ടിയിട്ട്. പിന്നെ ക്രൗഡായിട്ടുള്ള ഏരിയാസിൽ ഒഴിവാക്കുക. സിറ്റി ഏരിയാസിലാണ് കൂടുതൽ ഈ പ്രോബ്ലംസൊക്കെ ഇപ്പോഴും നടക്കുന്നത്. അപ്പോൾ എല്ലാവരും ബി കെയർഫുൾ, സ്റ്റേ സേഫ്.